ഞാനിന്ന് നിൽക്കുന്നത് കണ്ണൂരുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രീ ഓണഡ് യൂസർ ഷോറൂമിലാണ്. ടാറ്റ കമ്പനിയുടെ അൾട്രസ് അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2022 മോഡൽ. 22. ഏത് വേരിയന്റ് ഏതാ? എക്സെറ്റ് പ്ലസ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ആർച്ച് കൊണ്ട് മാത്രമേ. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 25,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ആകെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഈ എക്സെറ്റ് പ്ലസ് എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? ടോപ്പ് എൻഡ് വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? പുഷ് ബട്ടൺ വരുന്നുണ്ട്, അലോയ് വീല് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ, ABS, എയർ ബാഗ്, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പ്രൊജക്ടർ എല്ലാം വരുന്നുണ്ട്. അതായത് ഇത് ടോപ്പ് എൻഡ് ആണ്. അഡീഷണൽ ആയിട്ട് ഫീച്ചർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് കാണാൻ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഒരു വർഷത്തെ വാറണ്ടി കൂടി, ഒരു വർഷത്തെ വാറണ്ടി ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഇത് മാരുതിയുടെ വാഹനമല്ല, എന്നിട്ട് പോലും 1 ഇയർ വാറണ്ടി കൊടുക്കണമെങ്കിൽ അത്രയും ക്വാളിറ്റി ആയതുകൊണ്ടാണ് കൊടുക്കുന്നത് അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,90,000. 5,90,000. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഇപ്പൊ ഇറങ്ങുന്നൊക്കെ 3 സിലിണ്ടർ ആണ്. ഇത് 4 സിലിണ്ടർ. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനങ്ങൾക്ക് ഇപ്പോഴും ആളുകൾ ആവശ്യക്കാരുണ്ട് അല്ലേ? ഇതേതാ മോഡൽ വരുന്നത്? 2010 മോഡൽ LXi സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 52,000 മാത്രം ഓടി വണ്ടി. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ്. എല്ലാ കമ്പനി സർവീസ് ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. LXൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 5,30,000 ചോദിക്കുന്ന പ്രൈസ്. ഇത് നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? 25,000 കൊടുത്താൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. 25,000 രൂപക്ക്. പിന്നെ പോരാത്തതിന് ഈ ഒരു വാഹനത്തിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? വാറണ്ടി ഉണ്ട്, ഫ്രീ സർവീസ് ഉണ്ട്. ലോ ബഡ്ജറ്റിൽ നല്ലൊരു കണ്ടീഷൻ വാഹനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം പുതിയത് എടുത്തുള്ള വാഹനം അല്ലേ? ഇനി പേപ്പറും കാര്യങ്ങളും ഉണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല. പുതിയ പേപ്പറുള്ള വാഹനമാണ്. എത്ര മോഡൽ വരുന്നത്? 2009 മോഡൽ ഹ്യുണ്ടായി സാൻഡ്രോ അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ആണോ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 1,00,000 സംതിങ് ആണ് ഓടിയത്. 1,00,000 സംതിങ് ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണല്ലേ? ഇതിന് വേറെ മേജർ ആക്സിഡന്റോ അല്ലെങ്കിൽ മേജർ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റോ മേജർ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർ. നിലവിൽ റണ്ണിംഗ് കണ്ടീഷൻ വണ്ടിയല്ലേ? നല്ല ഗുഡ് റണ്ണിംഗ് കണ്ടീഷനാണ്. വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാൻ അത്യാവശ്യം ഓട്ടങ്ങളൊക്കെ അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 1,30,000 ചോദിക്കുന്നുള്ളൂ. മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടോ? ഈ മാസം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊരു വാഹനം ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. സുസുക്കിയുടെ ഓൾട്ടോ 800 ഏതാ മോഡൽ വരുന്നത്? 2016 മോഡൽ VXi ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണല്ലേ? സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 30,000 കിലോമീറ്റർ ഓടിയത്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് കാണാൻ ചെയ്തിട്ടുണ്ട്. ടയറിംഗ് കണ്ടീഷൻ അല്ലേ? ആവറേജ് ടയറുള്ളൂ അല്ലേ? ഉള്ളതുള്ള പോലെ പറഞ്ഞിട്ടുള്ള കച്ചവടം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,40,000 ചോദിക്കുന്ന പ്രൈസ്. കച്ചവടം ആകുമ്പോൾ ചെറിയ ഇതിൽ മാറ്റം ഉണ്ടാവും. മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ട്. വാറണ്ടി കൊടുക്കുന്നുണ്ടോ? എത്ര വാറണ്ടി വരുന്നത്? 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പൊ പരിപൂർണ്ണ വിശ്വാസമാരി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. നല്ല ക്വാളിറ്റി ഉള്ള മാരുതി ഓൾട്ടോ 800 വിത്ത് വാറന്റിയോട് കൂടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2020 മോഡൽ VXi ആണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 21,000 മാത്രം ഓടി. 21,000 കിലോമീറ്റർ. ഇതിൽ എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരുന്നത്? ഇതില് പവർ വിൻഡോ, 2 ഡോറിൽ വരുന്നുണ്ട്, എയർ ബാഗ്, ABS വരുന്നുണ്ട്, പിന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സ്റ്റീരിയോ ഇൻബിൽറ്റ് വരുന്നുണ്ട്, പിന്നെ പാർക്കിംഗ് സെൻസർ സെൻസറൊക്കെ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ വാഹനത്തിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഈ വാഹനത്തിൽ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത മോഡലാണ്. അതുകൊണ്ട് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. വാറന്റി ഫ്രീ സർവീസ് ഉണ്ട്. എത്ര നമുക്ക് വാറന്റി പീരീഡ് വരുന്നത്? ഇതിന് 6 മാസം വാറന്റി ഉണ്ട്, 2 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐട്രൺ എന്ന വാഹനല്ലേ? ഏത് മോഡൽ വരുന്നത്? 2017 മോഡൽ സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ, 62,000 രൂപ. പെട്രോൾ ഓട്ടോമാറ്റിക് ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസും കാണാനെല്ലാം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ഇതിൽ സ്പോർട്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതില് പവർ വിൻഡോസ്, പിന്നെ ടച്ച് സ്ക്രീൻ, ക്യാമറ, അലോയ് വീൽസ്. ഫ്രണ്ടിലത്തെ പുതിയ ടയർ തോന്നുന്നു അല്ലേ? ഫ്രണ്ടിലെ പുതിയ ടയറാണ്. ഏവറേജിന് മുകളിലുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ ഒരു തരത്തിലുള്ള മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,40,000 മാത്രം ചോദിക്കുന്ന ഈ വണ്ടിക്ക് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇനി നമ്മൾ ആക്സിഡന്റിന്റെ റീപ്ലേസ്മെന്റ് ചോദിക്കുന്ന ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ വാറണ്ടി കാര്യം കൊടുക്കുന്നത്. വോക്സ്വാഗന്റെ പോളോ ഏതാ മോഡൽ വരുന്നത്? 2013 മോഡൽ കംഫർട്ട് ലൈൻ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. പെട്രോൾ ഡീസലാ? പെട്രോൾ ആണല്ലേ? പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടി? 53,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ്. ഗുഡ് ക്വാളിറ്റി വാഹനമാണ്. അപ്പൊ ഇതിൽ കംഫർട്ട് ലൈനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, പിന്നെ നല്ല ക്വാളിറ്റിയിൽ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,65,000 മാത്രം ചോദിക്കുന്നു. 3,65,000 ചോദിക്കുന്നത്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾട്ടോ 800. അത് 2016 മോഡൽ സിംഗിൾ ഓണർ, 66,000 കിലോമീറ്റർ മാത്രം ഓടിയുണ്ട്. പെട്രോൾ എഞ്ചിൻ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന.
ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 2,60,000 ചോദിക്കുന്നത്. 2,65. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഹനം. മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ലോൺ കിട്ടും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഈ മാരുതിയുടെ ഓൾട്ടോ 800 ഏത് മോഡൽ വരുന്നത്? 2022 മോഡൽ LXi സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 22,000 കിലോമീറ്റർ മാത്രം. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം അല്ലേ? ജെനുവിൻ കിലോമീറ്റർ അല്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിലെന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? AC ഉണ്ട്, പിന്നെ പവർ സ്റ്റിയറിംഗ്, പിന്നെ പവർ വിൻഡോ 2 ഡോർ, പിന്നെ എയർ ബാഗ്, ABS, പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അല്ല, പക്ക ഓക്കെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,75,000 ചോദിക്കും. 3,75,000 രൂപയാണ്. നമുക്ക് ഇത് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? മാക്സിമം ഒരു 20,000-25,000 കൊടുത്ത് ഇറക്കാൻ പറ്റും. അത്ര കൊടുത്ത് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. എമൗണ്ട് കൊടുക്കും. ചെറിയ എമൗണ്ട് കൊണ്ടുവല്ലേ? വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്. എങ്ങനെ? 1 year വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസിൽ പോകും ചെയ്യാം? ഓൾ ഇന്ത്യ വാറണ്ടി, മാരുതി വാറണ്ടി. ഓക്കെ. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800. 2018 മോഡൽ സിംഗിൾ ഓണർ ഉപയോഗിച്ച വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 80,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. 80,000. LXi അല്ലേ വേരിയന്റ്? LXi ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടിയാണ്. ട്രൂവാലി സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? വാറണ്ടി ഉണ്ട്. എത്ര നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും? 10,000 കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാം. വാറണ്ടി കൊടുക്കുന്ന വാഹനങ്ങൾക്ക് വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈന്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 2,85,000 ചോദിക്കുന്ന പ്രൈസ്. 2,85. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും കിട്ടും, റേറ്റ് ഡിസ്കൗണ്ടും ഉണ്ടാവും. നിങ്ങൾ കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരും. ചോദിക്കുന്ന പ്രൈസ് ആണ് ഇതിൽ പറയണത്. ഇത് മാരുതിയുടെ ഓൾട്ടോ 800. ഇത് ഏതാ മോഡൽ വരുന്നത്? 2022 മോഡൽ VXi സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. 60,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ്. ഇത് LXi വേരിയന്റ് അല്ലേ? LXi വേരിയന്റ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, ഡുവൽ എയർ ബാഗ് ഉണ്ട്, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വാഹനത്തിലുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് അടക്കം ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഒക്കെ ടർബാങ്ങളിൽ ഓക്കെ ആണല്ലേ? ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,75,000 ചോദിക്കുന്നത്. 3,70,000 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടത്? 25,000 കൊടുത്തിട്ട് ഈ കാർ സ്വന്തമാക്കാൻ പറ്റും. 25,000 രൂപ. ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസം ഒരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് സുസുക്കിയുടെ വാഗനർ. ഓൾഡ് ബേസിൽ വരുന്ന വാഹനം അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ VXi ഓട്ടോമാറ്റിക് മോഡൽ. ഓട്ടോമാറ്റിക്കാ വരുന്നതല്ലേ? ഫാമിലി കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പോഴും ഓട്ടോമാറ്റിക് വാഹനത്തിന് അന്വേഷിച്ച് ഇറക്കുന്നുണ്ട്. പറ്റിയൊരു വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 71,000 മാത്രം ഓടി സിംഗിൾ ഓണർ വണ്ടിയാണല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിൽ പവർ വിൻഡോസ് ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ബാക്ക് വൈപ്പർ ഉണ്ട്, റിമോട്ട് ലോക്ക് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അത്യാവശ്യം അഡീഷണൽ അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്താണ് ഈ അലോയ് വീലും ടയറും കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ്. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ സീറ്റ് കവർ അവർ ചെയ്തിട്ടുണ്ട്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും? ഒരു റീപ്ലേസ്മെന്റ് പറയാനുള്ളത് ഡിക്കി മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ട്. ഡിക്കി റീപ്ലേസ്ഡ് ആണ്. ഈ വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,60,000 മാത്രമേ ചോദിക്കുന്നുള്ളൂ. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ട് ഉണ്ടാവും, മാക്സിമം ഫൈനാൻസ് ഉണ്ടാവും. അടുത്തായിട്ട് മാരുതിയുടെ ബിഗ് വാഗനർ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2010 മോഡൽ ZXi 1.2 മോഡൽ. 1200 cc ലാണ് വരുന്നത്. 2 ടൈപ്പ് വരുന്നുണ്ട്. 1000 വരുന്നുണ്ട്, 1200 വരുന്നുണ്ട് അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 32,000 കിലോമീറ്റർ മാത്രം ഓടി. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് അല്ലാണ്ടല്ലേ? ZXi എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? പവർ വിൻഡോസ്, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ്, ബാക്ക് വൈപ്പർ, പാർക്കിംഗ് സെൻസർ, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടീഷൻ വണ്ടിയാണ്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. അതുകൊണ്ട് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. കുറഞ്ഞ കിലോമീറ്റർ വണ്ടി വാറണ്ടി ഉണ്ട്. എത്ര നമുക്ക് വാറണ്ടി വരുന്നത്? ഇത് 6 മാസം വാറണ്ടി. 2 ഫ്രീ സർവീസ്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,25,000 ചോദിക്കുന്നുള്ളൂ. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? 25,000 കൊടുത്തിട്ട് ഈ കാർ സ്വന്തമാക്കാം. അപ്പൊ നമുക്ക് ഇത്രയും വാഹനങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തന്നത് ഈ ഷോറൂമിന്റെ എല്ലാമായിട്ടുള്ള വിനോദ് സാറാണ്. സാറിന് നന്ദി ഇതിരെ എല്ലാത്തിനും സഹകരിച്ചതിന്. അപ്പൊ എന്തായാലും നമുക്ക് തുടർന്ന് കാണാം. ഓക്കെ.